يرجى من حضرات ركاب طائرة طيران الإمارات رحلة رقم 1 2 3 والمتوجهة إلى الرجاء التوجه إلى الطائرة من خلال البوابة رقم 4. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എപ്പോഴാ നാട്ടിലെത്തിയേ? ഇന്നലെ വിളിക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി 11 മണിക്ക് കരിപ്പൂരിലെത്തി. പിന്നെ ഇത്തവണയെങ്കിലും പെങ്ങളെ കല്യാണം നടത്താൻ നോക്കിയേ. അതിനോട് സമ്മതിക്കുമെന്ന് നോക്കട്ടെ. എന്നാ ശരി. മാനുവോ? എന്താ ഉപ്പ? അവിടെ നിൽക്ക്, ഒരു കാര്യം പറയട്ടെ. കുഞ്ഞോളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാ അന്നെ അത്യാവശ്യമായിട്ട് ഞാൻ വിളിപ്പിച്ചത്. ശരിയാ ഉപ്പ, എത്ര കാലം എന്ന് വെച്ചാൽ അവളെങ്ങനെ നിർത്തുക? ആ, ഓനെ മാത്രമേ ഓള് കെട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് നടത്തി കൊടുത്താൽ മതിയേനു. അതിപ്പോൾ ഒരു വലിയ തെറ്റായി പോയി എന്ന് തോന്നുന്നു എനിക്ക്. ഓളിപ്പോൾ ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്ന കാര്യം നമ്മൾ ഓർക്കൂലല്ലോ. ആ, എൻ്റെ കണ്ണടയുന്നതിൻ്റെ മുമ്പ് ഓനെ തേടിപ്പിടിച്ച് ഞമ്മക്കതങ്ങോട്ട് നടത്തണം. ഡ്രൈവർ ബാലൻ പറഞ്ഞത് ഓൻ കോഴിക്കോട്ട് എവിടെയോ ഒരു ചായക്കട നടത്തുന്നുണ്ടെന്നാ. എൻ്റെ തുണക്കാരനല്ലേ ബാലം? ഇജ്ജൊന്ന് വിളിച്ചു നോക്കി അവനെ. വിളിച്ചു നോക്കപ്പ. ആ മനു, ആ ഇജ്ജ് എപ്പോഴെത്തിയത്? ഇന്നലെ രാത്രി എത്തി. എൻ്റെ എളാപ്പ പറഞ്ഞെന്ന് ഇജ്ജ് വരുന്നുണ്ടെന്ന്. ഞാനൊരു കാര്യം അറിയാനാണ് വിളിച്ചത്. എങ്ങട്ടാ ഇങ്ങള് രാവിലെ തന്നെ പോണേ? ഉപ്പച്ചൊരു വൈക്ക് പോവാണ്, വേഗം വരൂട്ടാ. കുഞ്ഞോളാത്തക്ക് ഇഷ്ടായ ആളെ തെരഞ്ഞു പോവല്ലേ? മനസ്സിലായി മനസ്സിലായി. ശ്രമിക്കാറുണ്ട്. കിനാവിൽ കാലങ്ങൾക്കിന്നും മായ്ക്കാൻ കഴിയാതെ കരളിൽ തെളിയാറുണ്ട്. എന്നും ആ പൂമുഖം തെളിയാറുണ്ട്. കണ്ണീരിൻ നനവിനാൽ കരളെ ഞാൻ നിന്നെ കാണാൻ ശ്രമിക്കാറുണ്ട്. കാണാൻ ശ്രമിക്കാറുണ്ട്.
ചെടികൾ മൂളാൻ ശ്രമിക്കാറുണ്ട്. എന്നും എന്നിട നെഞ്ച് പിടയാറുണ്ട്. പാടവരമ്പിലെ പാൽമരച്ചോട്ടിൽ എന്നും ഞാനിരിക്കാറുണ്ട്. തനിയെല്ലാം ഞാൻ ഓർക്കാറുണ്ട്. കണ്ണീരിൻ നനവിനാൽ കരളെ ഞാൻ നിന്നെ കാണാൻ ശ്രമിക്കാറുണ്ട്. കാണാൻ ശ്രമിക്കാറുണ്ട്. പാതിര നേരത്തൻ പട്ടുതലയിണ കണ്ണീരാൽ നനയാറുണ്ട്. ഇന്നും വിതുമ്പിക്കരയാറുണ്ട്. ഏങ്ങിക്കരയാറുണ്ട്. പുസ്തകത്താളിൽ നാം വെച്ച മയിൽപ്പീലി ഒളി കണ്ണാൽ നോക്കാറുണ്ട്. കണ്ണീരിൻ നനവിനാൽ കരളെ ഞാൻ നിന്നെ കാണാൻ ശ്രമിക്കാറുണ്ട്. കിനാവിൽ കാലങ്ങൾക്കിന്നും മായ്ക്കാൻ കഴിയാതെ കരളിൽ തെളിയാറുണ്ട്. എന്നും ആ പൂമുഖം തെളിയാറുണ്ട്. കണ്ണീരിൻ നനവിനാൽ കരളെ ഞാൻ നിന്നെ കാണാൻ ശ്രമിക്കാറുണ്ട്. കാണാൻ ശ്രമിക്കാറുണ്ട്. ജ്യൂസ് കുടിച്ച് വണ്ടിയിലിരിക്കും, ഞാൻ സംസാരിച്ചിട്ട് വരാം. ശരിക്ക. അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. ഒരു മിനിറ്റ്, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ആ ഷാജിയെ ഓ ഒന്ന് നോക്കിട്ടോ. ആ എന്തേ വിളിച്ചത്? ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് എൻ്റെ ഉപ്പ നിങ്ങളോട് ചെയ്തതെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 4 വർഷമായി എൻ്റെ അനിയത്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്കറിയാം, കുറച്ച് വൈകിയാണെങ്കിലും നിങ്ങളിവിടെ വരുന്നു. ഷെരീഫെ, ഇനിയും ഞങ്ങളെ കുറ്റപ്പെടുത്തി സങ്കടത്തിലാക്കരുത്. ഞാൻ ഷെരീഫല്ല, ഷഫീഖാണ്. നിങ്ങളറിയാത്ത ഒരുപാട് കഥകളുണ്ട്. ആചാര്യ, ആ ആരാപ്പത്? ഹലോ, ആ ഞാൻ കുട്ടിയല്ലാജിയാ. ഇതിന്റെ മാളായിട്ട് ലോകത്തിലാന്ന് കേട്ട്. അത് പിന്നെ ഒരു പിന്നില്ല. ഇഞ്ഞോളെ ബൈത്താലച്ച് നടന്നു കേട്ടാ എന്റെ മുട്ടൻ കാലി ഞാൻ തച്ചൊടിക്കും. പറയണ കുട്ടിയാലോചിയാ. ഹലോ ഹലോ. ആ എന്താടാ? ഞാൻ പറയാറില്ലേ ഒരു കുട്ടീൻ്റെ കാര്യം, ഓളെ ഉപ്പ വിളിച്ചിരുന്നു. എന്നിട്ട് അത് നടക്കും തോന്നില്ല.
മൂപ്പരെ സംസാരം ഒരു ഭീഷണി സ്വരത്തിലാണ്. സാരല്ലടാ, നമ്മളെപ്പോലത്തെ പാവങ്ങൾക്കൊന്നും വലിയ മോഹങ്ങളൊന്നും പാടില്ല. ഏതായാലും ഇനി ഓളെ പുറത്തു വിടുമെന്ന് തോന്നില്ല. ഇനി ഇവിടെ നിൽക്കില്ല, നാട്ടിലേക്ക് വരികയാണ്. ഓള എനിക്ക് വിധിച്ചാണെങ്കിൽ ഓള എനിക്ക് എന്നെ കിട്ടും. തൽക്കാലം ജിപ്പങ്ങിട്ട് പോര്. ഓളോട് ഇപ്പം പറയണ്ട. ശരി. പറ്റാത്ത ലോകത്ത് എന്നെ ഒറ്റക്കാക്കിയിട്ട് ഓനങ്ങോട്ട് പോയി. എനിക്ക് സങ്കടമൊന്നുമില്ല. പടച്ചോ നിന്ന ആയുസ് ഞാനും ജീവിച്ചു തീർക്കണ്ടേ. ഓനെ ഓർത്ത് ആരും സങ്കടപ്പെടണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനും നിങ്ങളൊന്നും അറിയിക്കാതിരുന്നത്. നിങ്ങളിപ്പോൾ പൊയ്ക്കോളി. ഞങ്ങൾക്ക് ആരോടും പരാതിയില്ല. നിങ്ങളെ ഉപ്പാനോടോ പെങ്ങളോടോ ആരോടും. എന്തൊക്കെ അവർ പറഞ്ഞേ? നമ്മൾ കരുതുന്ന പോലെയല്ല ചില മനുഷ്യർ. നീ അവന് വേണ്ടി 4 വർഷം കാത്തിരുന്നപ്പോൾ നിനക്കായി 4 ദിവസം പോലും കാത്തിരിക്കാൻ അവന് സാധിച്ചില്ല. പിന്നെ അവന് ഭാര്യയും 2 മക്കളുമുണ്ട്. ഇനിയും നിന്റെ ഈ കാത്തിരിപ്പ് തുടരണോ? പെങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നുണക്കഥ എത്ര നാൾ തുടരാൻ കഴിയും?